ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട. നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജിക് ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്. ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. TELLA, we simplify learning. When a particle moves with different uniform speeds v1, v2, v3 in different time intervals t1, t2, t3 respectively, its average speed over the total time of journey is. Okay, simple ആണ്. എന്താണ് പറഞ്ഞത്? ഒരു ബോഡി ഉണ്ട്. ഈ ബോഡി ആണെങ്കിൽ മൂവ് ചെയ്യുകയാണ്. അത് വ്യത്യസ്തമായ സ്പീഡിൽ മൂവ് ചെയ്യുകയാണ്. t1 സമയത്തേക്ക് അത് v1 സ്പീഡിലായിരുന്നു മൂവ് ചെയ്തത്. ഉണ്ടോ? അടുത്ത t2 സമയത്തേക്ക് അത് v2 സ്പീഡിലും t3 സമയത്തേക്ക് അത് v3 സ്പീഡിലുമാണ് മൂവ് ചെയ്തത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ആവറേജ് വെലോസിറ്റി എത്രയാണ്? നമുക്കറിയാം v ആവറേജ് which is equal to ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ? ഇല്ല. കണ്ടുപിടിക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേ v ഇൻറ്റു ടി. സോ ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്? S1. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് S1. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് S2. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് S3. So displacement S1 plus S2 plus S3 the whole divided by total time എത്രയാണ്? T1 plus T2 plus T3 which is equal to S1 പകരം എന്ത് പറയാം? S which is equal to V into T ആണ്. സോ S1 പകരം അവിടുത്തെ വെലോസിറ്റി എത്രയാണ്? V1. ടൈം എത്രയാണ്? T1 പ്ലസ് അടുത്ത ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? V2 T2 പ്ലസ് അടുത്ത ഡിസ്പ്ലേസ്മെൻറ്റ് V3 T3 the whole divided by T1 plus T2 plus T3. മനസ്സിലായോ? ഇനി കരുതിക്കോ, ഇവിടെ T1 ഉം T2 ഉം T3 എല്ലാം സെയിം ആണ്. ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ആണ്. സോ T1 ഉം T2 ഉം T3 ഉം ഒക്കെ സെയിം ആണ്. കേട്ടോ? T ആണ്, ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ആണ്. ഇതെല്ലാം സെയിം ഇൻ്റർവൽ ഓഫ് ടൈം ആണ്. അപ്പോൾ ഇതിനെല്ലാം T പറഞ്ഞാൽ പോരെ? V ആവറേജ് which is equal to V1t plus V2t plus V3t divided by t plus t which is equal to, ഇവിടുന്ന് ആരെ കോമൺ എടുക്കാം? നമുക്ക് t എല്ലാം കോമൺ എടുക്കാം. സോ t കോമൺ എടുത്തു കഴിഞ്ഞാൽ V1 plus V2 plus V3 the whole divided by 3t. കേട്ടോ? t 3t. സോ ടിയും ടിയും ക്യാൻസൽ ആയി പോവും. സോ നമുക്ക് കിട്ടും V1 plus V2 plus V3 the whole divided by 3 എന്ന് കിട്ടും. ഏത് കേസിലാണെങ്കിൽ ഈ ടൈം എല്ലാം സെയിം ആണെങ്കിൽ, ഈ ടൈം പീരീഡ് എല്ലാം സെയിം ആണെങ്കിൽ, നമ്മുടെ ഇൻ്റർവെൽ എല്ലാം സെയിം ഇൻ്റർവെൽ ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? വെലോസിറ്റികളുടെ ആവറേജ് ആയിരിക്കും. മനസ്സിലായോ? വെലോസിറ്റികളുടെ ആവറേജ് എന്താണ്? ആകെ എത്ര വെലോസിറ്റി ഉണ്ട് അതെല്ലാം കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്രയാണ്? 3 ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഈ കാര്യം മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇത് ഇക്വേഷൻ കാണാൻ പഠിക്കേണ്ട ഈ കോൺസെപ്റ്റാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. സോ ആവറേജ് വെലോസിറ്റി ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം ജനറൽ ഇക്വേഷൻ എന്താണ്, ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ജനറൽ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക, ഉണ്ടോ? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ആൻസർ കിട്ടും. അങ്ങനെ അടുത്ത ഒരു പോയിന്റ് നോക്കുന്നതാണ്. സോ നമ്മൾ ഈ പോയിന്റ് മനസ്സിലായോ? ഇൻ എബോവ് കേസ് നമ്മൾ പറഞ്ഞതാണ് എല്ലാത്തിൻ്റെയും ടൈം ഇൻ്റർവൽ സെയിം ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? V1 plus V2 plus V3 ഡിവൈഡ് ബൈ 3 ആയിരിക്കും. ഓക്കെ,
അടുത്ത എന്താണ് പറയണത്? When a particle describe different distance s1, s2, s3 with speed v1, v2, v3 respectively, then average speed of the particle over the total distance will be. Okay. എന്താണ് പറയണത്? സിമ്പിളാണ്, എല്ലാം സിമ്പിളാണല്ലേ? ഇത് നിങ്ങൾ സ്വന്തമായിട്ട് പറയാൻ നോക്കേ. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട. നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജിക് ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്. ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. TELLA, we simplify learning. ഒരു ബോഡിയാണ്, ബോഡി ഇങ്ങനെ ട്രാവൽ ചെയ്യുകയാണ്. സോ വ്യത്യസ്തമായ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ഇതാണ് s1 ഡിസ്റ്റൻസ്, ഇതാണ് s2 ഡിസ്റ്റൻസ്, ഇതാണ് s3 ഡിസ്റ്റൻസ്. സോ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. സമയമാണെങ്കിൽ, സമയമല്ല വെലോസിറ്റി ആണെങ്കിൽ v1 വെലോസിറ്റി, v2 വെലോസിറ്റി, v3 വെലോസിറ്റി ആണ് പോയത്. സോ ആവറേജ് വെലോസിറ്റി എത്രയാണ്? സോ v ആവറേജ്, നമ്മുടെ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് divided by total time, which is equal to total displacement E displacement A plus E displacement A plus E displacement A, the whole divided by total time. Time ഉണ്ടോ? ഇല്ല. കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി. സോ ടൈമിന് ഇവിടെ കൊണ്ടുവരാം, വെലോസിറ്റി ഇവിടെ കൊണ്ടുവരാം. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു ടൈം. എങ്ങനെ കിട്ടും? ഇവിടുത്തെ ടൈം t1 ആണ്, ഇവിടുത്തെ ടൈം t2 ആണ്, ഇവിടുത്തെ ടൈം t3 ആണ്. സോ t1 പ്ലസ് t2 പ്ലസ് t3 വിച്ച് ഈസ് ഈക്വൽ ടു s1 പ്ലസ് s2 പ്ലസ് s3 ദ ഹോൾ ഡിവൈഡ് ബൈ t1 പകരം എന്ത് പറയാം? s1 ഡിവൈഡ് ബൈ v1 പ്ലസ് t2 പകരം എന്ത് പറയാം? s2 ബൈ v2. t3ക്ക് പകരം s3 ഡിവൈഡ് ബൈ v3. മനസ്സിലാവണ്ടോ? സോ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി പറയുകയാണ് ഡിസ്പ്ലേസ്മെന്റ് എല്ലാം സെയിം ആണ്. s1 വിച്ച് ഈസ് ഈക്വൽ ടു s2 വിച്ച് ഈസ് ഈക്വൽ ടു s3 ആണ്. അത് ആർക്ക് ഈക്വൽ ആണ്? എസിന് ഈക്വൽ ആണ് കരുതിക്കും. സോ ഈ ഡിസ്പ്ലേസ്മെന്റ് എല്ലാം സെയിം ഡിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ സെയിം ഡിസ്പ്ലേസ്മെന്റ് ആണ്. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? സോ നമ്മൾ പറയും എസിന് പകരം s1 പകരം s ആണ്, പ്ലസ് ഇവിടെ s ആണ്, പ്ലസ് ഇതും s ആണ്, എല്ലാം സെയിം തന്നെയാണ്. ഡിവൈഡ് ബൈ s ഡിവൈഡ് ബൈ v1 പ്ലസ് s ഡിവൈഡ് ബൈ v2 പ്ലസ് s ഡിവൈഡ് ബൈ v3. അപ്പോൾ എങ്ങനെ വരും? വിച്ച് ഈസ് ഈക്വൽ ടു 3s എന്ന് വരും. ഡിവൈഡ് ബൈ നമുക്ക് എസിനെ എല്ലാം കോമൺ എടുക്കാം. 1 ബൈ v1 പ്ലസ് 1 ബൈ v2 പ്ലസ് 1 ബൈ v3. എസും എസും ക്യാൻസൽ ആകും. സോ നമുക്ക് കിട്ടും 3 ഡിവൈഡ് ബൈ 1 ബൈ v1 പ്ലസ് 1 ബൈ v2 പ്ലസ് 1 ബൈ v3. ഇങ്ങനെ കിട്ടും. മനസ്സിലായോ? സോ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. When a particle describe different distance s1, s2, s3 with speeds v1, v2, v3 respectively, then average speed of the particle over total distance will be. നമ്മൾ കണ്ടുപിടിച്ച സെയിം സ്റ്റെപ്പാണ്. അതുപോലെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഡിസ്റ്റൻസും സെയിം ആണെങ്കിൽ ഇങ്ങനെ കിട്ടും ആൻസർ. ഓക്കെ, സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആവറേജ് വെലോസിറ്റിയുടെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആവറേജ് സ്പീഡിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്നതേ ഉള്ളൂ. TELLA, we simplify learning.
for +1, +2, NEET and JEE. Download the app now. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട. നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജി ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്. ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. TELLA, we simplify learning.